കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗപ്പെടുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനവുമായിട്ട് കണ്ടുമുട്ടുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് ബഹുമാനമുള്ള പേരകത്ത് ചെറിയാൻ സ്കറിയ സാർ നമ്മോടൊപ്പമുണ്ട്. പ്രിയ സാർ ഇന്നും നമ്മോടൊപ്പം ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 98 എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നമ്മൾ സാറ് നമ്മോടൊപ്പം ഉണ്ടല്ലോ, ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്താമെന്ന് ചിന്തിക്കുന്നു. സാറിനോട് ചോദിക്കുകയാണ്, സാർ ഇന്ന് ലോകത്തില് അന്യഭാഷ എന്ന് പറയുന്ന ഒരു കാര്യം വിവാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മള് ഒരു കാലഘട്ടത്തില് കർത്താവിൽ വിശ്വസിച്ചിരുന്ന വിശുദ്ധന്മാരെന്നും നമ്മള് ക്രിസ്തുവിന് വേണ്ടി ധീര രക്തസാക്ഷികളായവരൊന്നും അന്യഭാഷ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഒരു കാലഘട്ടം മുതല് ഇവിടെ അന്യഭാഷയുടെ ഒരു വലിയ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. ഇപ്പൊ പലരും പറയുന്നത് അന്യഭാഷ പറയാത്തവർ സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല, അന്യഭാഷ പറയാത്തവർക്ക് പരിശുദ്ധാത്മാവില്ല, ഇങ്ങനെയൊക്കെ ഉള്ള പല ധാരാളം ഉപദേശങ്ങൾ ലോകത്തിൽ കേൾക്കാറുണ്ട്. അപ്പൊ ഈ അന്യഭാഷയെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹിക്കുന്നു. വിഷയത്തിന്റെ പേരെന്നെ അന്യഭാഷ. അവിടെ തന്നെ തകരാറാ. കാര്യം എന്താന്ന് ചോദിച്ചാല് അന്യഭാഷ, അന്യ എന്നുള്ള വാക്ക് പൗലോസ് എഴുതിയിട്ടില്ല, ഭാഷയെന്ന് എഴുതിയിട്ടുള്ളൂ. എന്നാല് സ്വന്തമല്ലാത്ത അതും മറ്റൊരുവന്റേതായ ഭാഷയായതുകൊണ്ട് തന്നെ അർത്ഥം പൂർത്തീകരിക്കാൻ അന്യ എന്നെഴുതിയേ ഉള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അന്യ എന്നുള്ള വാക്കുണ്ടോ? ഇല്ല. പിന്നെന്തുണ്ട്? ഭാഷ എന്ന് പറയുന്നു. അത് മാത്രമേ ഉള്ളൂ. ഇനി അന്യഭാഷ എന്നുള്ള വിഷയം പഠിക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് കർത്താവിന്റെ അടുക്കൽ പോവാം. അതിലെ നല്ലത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പോയിട്ട് കർത്താവായ യേശുക്രിസ്തു ഈ പറയുന്ന അന്യഭാഷയെ പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം, അല്ലേ? അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കർത്താവായ യേശുക്രിസ്തു ഉപദേശിച്ചിട്ടില്ല എങ്കിൽ പൗലോസും ഉപദേശിച്ചിട്ടില്ല. ഭാഷാവരത്തെ പറ്റി കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യം മാത്രമേ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ശരിയോ തെറ്റോ? ശരിയാണ്. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ പോവാം. കർത്താവായ യേശുക്രിസ്തു അന്യഭാഷയെ പറ്റി എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതൽ വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15. പിന്നെ അവിടുന്ന് അവരോട്, യേശു ശിഷ്യന്മാരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ഇനി അടുത്ത വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്ത് നടക്കും? ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെയോട്ട് എന്താ പറയാൻ പോവാ? അടയാളങ്ങളാണ്. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒരടയാളം. പുതുഭാഷകളിൽ സംസാരിക്കും. അപ്പൊ അതൊരു അടയാളമാണ്. അപ്പൊ പുതുഭാഷകൾ അടയാള ഭാഷ. അതെ, അടയാളം പുതുഭാഷ. അപ്പൊ അടയാള ഭാഷ എന്ന് പറഞ്ഞാൽ പുതുഭാഷ അല്ലേ? അതെ. ഇനി വേറൊരു തർജ്ജിമയിൽ എന്ന് പറയുന്നു ബഹുഭാഷകൾ അല്ലേ? അന്യ എന്നുള്ള വാക്കുണ്ടോ അവിടെ? ഇല്ല. അന്യ ഭാഷ എന്നുണ്ടോ? ഇല്ല. പിന്നെന്താണുള്ളത്? പുതുഭാഷ അല്ലെങ്കിൽ ബഹുഭാഷ അർത്ഥം അല്ലേ? അപ്പൊ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിനാണ് അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുതുഭാഷകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പുതുഭാഷകൾ അടയാള ഭാഷ ഇനി ആരെങ്കിലും തന്നു വ്യാഖ്യാനിച്ചാലും ഈ അടയാള ഭാഷ എന്ന് പറയുന്നത് ബഹുഭാഷ എന്നർത്ഥം. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ആണ് പറയുന്നത് ബഹുഭാഷകൾ അല്ലെങ്കിൽ പുതുഭാഷകൾ.
അപ്പൊ ഇത് രണ്ടും കൂടെ ബന്ധമുണ്ടോ? ഉണ്ട്. എന്തോ ബന്ധമുണ്ട്? വിശേഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. എന്തോ ഈ ഭാഷകൾ. തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വെറുതെ ഒന്ന് കോരിന്തർക്കാർക്ക് അവിടെ അല്ലല്ലോ ഇതിന്റെ തുടക്കം. ഇത് തുടക്കം വിടാം. അപ്പോസ്തല പ്രവൃത്തികൾ കർത്താവിന്റെ തുടക്കം അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണ്. അവിടെ എന്ത് പഠിച്ചു? ഈ വരത്തെ പറ്റി കർത്താവായ യേശു ക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അന്യഭാഷകൾ എന്ന് പറഞ്ഞിട്ടില്ല, പൊതുഭാഷകളിൽ സംസാരിക്കും, അതും അടയാളം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് രണ്ടും കൂടെ ബന്ധിപ്പിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും ഈ ഭാഷാപരത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ തുടക്കം എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തികളിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നടക്കുന്നതും മർക്കോസ് 16-ആയിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറയാണ്, ഞാൻ പോയിട്ട് എന്താണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുന്നത്. അതാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ൽ കാണുന്നത്. അവിടെ തന്നെയാണല്ലോ ഈ ഭാഷ കാണുന്നത്. അല്ലേ? അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിന് പ്രകാരമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ൽ കാണുന്നു എന്നുള്ളത് അങ്ങുറപ്പാക്കിയത്. എന്ത് പറയുന്നു? വല്ലതും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല. അല്ലേ? ലോകത്തിന് പറയാൻ കാണും, പക്ഷെ ഇവിടുന്ന് പഠിച്ചോണം. അല്ലേ? ഇവിടുന്ന് പഠിച്ചോണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം കൂടി ഓരോരുത്തൻ താതാന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകളിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർഥരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യരും യഹൂദിയിലും കപ്പദോക്കിയിലും പൊന്തോസിലും ആസിയിലും പുർഗിയിലും പംഫുല്ലിയിലും മിസ്രൈമിലും കുറേയൊക്കെ ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്ന യഹൂദന്മാര്, യഹൂദ മതാനുസാരികള്, ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇനിയും നമ്മളൊരു കാര്യം ചെയ്യാൻ പോകും. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നടന്നത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതിന്റെ നിറവേറലാണ് നമ്മൾ മനസ്സിലാക്കി. അത് ദൈവികമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി 1 കൊരിന്ത്യർ 14 കാണുന്ന ഒരു അന്യഭാഷ സമ്പ്രദായമാണ്. അതും കൂടെ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് തട്ടിച്ചു നോക്കാം. റെഡിയാണ്? ഓക്കെ. അവര് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 7, 8 എന്നീ വാക്യങ്ങൾ എന്ത് പറയുന്നു? സാർ വായിച്ചതാ. ഇപ്പം മനുഷ്യനോട് സംസാരിക്കുന്നു, മറ്റുള്ളവരോട് സംസാരിക്കുന്നു. അവർ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. കേൾക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇനിയും ലേഖനം 14 2-ാമത്തെ വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. നമുക്ക് ഹൃദയ പരമാർത്ഥതയോടെ ഒന്ന് നോക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് മനുഷ്യന്റെ മേൽ ആവസിച്ചപ്പോൾ കൃപാവരങ്ങൾ കൊടുത്തിട്ടുള്ള ഒന്നാണ് ഭാഷാവരം. അല്ലെ? അപ്പൊ പലയിടത്തും നിന്നുള്ള ആളുകളുണ്ട്. അവര് തിരിച്ചു പോകുമ്പോൾ ഈ ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങൾ കേട്ടതും വഹിച്ചുകൊണ്ട് ലോകത്തിന് നാനാഭാഗത്തേക്കും പോവുകയാണ്. ഭാഷയുടെ ഉപയോഗം ചെയ്യുക സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് അവിടെ മനസ്സിലാകുന്നത്. മനുഷ്യനോട് സംസാരിക്കുന്നു. ഇവിടെ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തേണ്ടതിന് സംസാരിക്കും. ഇത് നമ്മൾ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഒന്ന് പൊതുജനത്തോട് സംസാരിക്കുമ്പോൾ, ഒന്ന് തന്നോട് തന്നെ സംസാരിക്കണം. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ കാണുന്ന ഭാഷ വരം
എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഭാഷകളാണോ? ആണ്. ആ, ആണ്. ഇനി നമുക്ക് 1 കൊരിന്ത്യർ 14 നോക്കാം. ഓക്കെ. ഈ ലോകത്തിലുള്ള ഭാഷയാണോ അല്ലയോ എന്ന് നോക്കാം. ഓക്കെ. 10-ാമത്തെ വാക്യം. ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിൽ ഒന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാൻ അതിലൊന്നും തെളിവില്ലാത്തവയല്ല. അതിന്റെ അർത്ഥം എന്നാ? ഇവര് നാവ് കൊണ്ട് തെളിവല്ലാത്ത വാക്ക് പറയുന്നു, സംസാരിച്ചിരുന്നു ഇവിടെ കൊരിന്ത്യ സഭയില്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലോ തെളിവുള്ള ഭാഷയാണ്. തെളിവുള്ള അവ രണ്ടിൽ രണ്ടാമതും അതെ. മൂന്നാമതും. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കേട്ടവർക്ക് മനസ്സിലായി. പിന്നെ വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഇല്ല. ഇല്ല. നമുക്ക് 28-ാമത്തെ വാക്യം വായിച്ചു അല്ലേ? ഏതാണ്? 27-28. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനയുടെ ആവശ്യമുണ്ട് ഇവിടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോട് സംസാരിക്കും. ഇനി ആത്മാർത്ഥമായിട്ട് ചോദിച്ചു, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന ഭാഷാപരവും 14-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഭാഷാപരവും തമ്മിൽ വ്യത്യാസമാണോ ഇല്ലയോ? ആണ്. ഒരേ സമയത്ത് ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരേ സമയത്ത് ആളുകൾ എല്ലാവരും സംസാരിക്കും. പക്ഷെ അത് പാടില്ല. 2 or 3 പേരെ സംസാരിക്കാമോ, ഓരോരുത്തരായി സംസാരിക്കണം. ഒരുത്തരും വ്യാഖ്യാനിക്കാൻ ഇത് രണ്ടും രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. ഒന്ന് ദൈവം കൊടുത്തതാ. അതെ. ഇത് എവിടുന്ന് വന്നു പറയണം അല്ലേ? ഇത് ദൈവം കൊടുത്തുന്നുള്ളതിന് വ്യക്തമായ തെളിവ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഇത് എവിടുന്ന് വന്നു കണ്ടുപിടിക്കണം. അത് തന്നെ. ഇനിയും അവിടെ പലർ ഒരേ സമയത്ത് സംസാരിച്ചു. 2-ാം അധ്യായത്തിൽ. 2-ാമത്തെ ഇവിടെ 1, 2 ഏറിയാൽ 3 അവരെങ്ങനെ സംസാരിക്കണം? ഓരോരുത്തനായി സംസാരിക്കണം. ഇന്ന് അങ്ങനെയാണോ? അല്ല. ഇന്ന് കൂട്ടത്തോടെ വളം വെക്കുക. ദൈവം കൊടുത്തതും അത് വ്യക്തമായിട്ട് ഇവിടെ കാണുന്നു. എന്റെ ചോദ്യം, ഇത് എവിടുന്ന് വന്നു? വേദപുസ്തകത്തിൽ ഇത് കൊടുത്തതായുള്ള ഒരു തെളിവ് ഞാൻ അന്വേഷിക്കുക. ഞാൻ അങ്ങോട്ട് പോകാം. ഒരു പ്രാവശ്യം വിളിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് വാ, അത് യഹൂദ മതക്കാരാ, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഒരു മഹാൻ പറഞ്ഞ കാര്യം ഞാൻ ചെവി കൊണ്ട് കേട്ടോ. അല്ലേ? അതുകൊണ്ട് രണ്ടും രണ്ടാണ്, വ്യത്യാസമാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഒരു ദൈവാത്മാവിൽ നിന്നാണോ വരുന്നത്? ഒരേ ദൈവാത്മാവിൽ നിന്ന് വരുന്നെങ്കിൽ ഒരുപോലെ ഇരിക്കണം. രണ്ടായിട്ടിരിക്കാൻ പാടില്ല. എന്തു പറയുന്നു? എന്തെങ്കിലും പറഞ്ഞു. ശരിയായ കാര്യമാണ്. അത് ശരിയായ കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വരുന്നതാണെങ്കിൽ വ്യത്യാസം വരത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ കണ്ടതുപോലെ തന്നെ ആയിരിക്കണം. 14-ാം അധ്യായം. പക്ഷെ ഇതെവിടെ നിന്ന് വരുന്നെന്ന് അറിയുന്നില്ല. ഞാൻ അന്വേഷിക്കുന്നത് ഈ ഒരു പ്രതിഭാസം എവിടെ കാണുന്നു? ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് വാക്യം ഇങ്ങനെ പറയുന്നു? അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം പറയുന്നു, എന്താണ്? സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അതെ, ഇപ്പോ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഒരാകെ ഏത് വിധത്തിൽ നോക്കിയാലും വ്യത്യാസമാണ്. അപ്പൊ എന്റെ ചോദ്യം, ഇത് ഒരേ ദൈവത്തിൽ നിന്ന് വരുന്നു എങ്കിൽ വ്യത്യാസമായി പാടില്ല. ഞാൻ അന്വേഷിക്കുക. ഞാൻ മൗനമായിട്ടിരുന്നത് മറ്റു പറയാൻ ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ചിന്തിച്ചു നോക്കുക, ഇത് എവിടുന്ന് വന്നു? ഏത് പുസ്തകം, ഏതധ്യായം, ഏത് വാക്യം? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഈ പ്രതിഭാസം വേദപുസ്തകത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? ഈ 2-ാം അധ്യായത്തിൽ കൊടുത്ത ഭാഷാവരം കൊടുത്ത അതേ ദൈവം തന്നെയാണ് ഇപ്പുറത്ത് ഇത് കൊടുക്കുന്നുവെങ്കിൽ അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനെന്നാന്നറിയാം കുഴപ്പം. അപ്പൊ ഒരു വാക്യം കൂടെ വായിക്കാം. ഇത് പേരെടുത്ത് പറയുക, പെന്തക്കോസ്ത് സമൂഹം. അതെ, ഒരു 30-35 വർഷം മുൻപ് ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, അമേരിക്കയിൽ മാത്രം 32 വിവിധ പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ എനിക്കൊരു ദൗത്യം എന്താണെന്നറിയാമോ? എന്റെ ദൗത്യം എന്നറിയാമോ? വേദപുസ്തകത്തിൽ കിടക്കുന്ന എന്റെ ദൗത്യം വായിക്കണോ?
എഫേസ്യർ എഴുതിയ ലേഖനം 5:11 ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അതേ ചെയ്തു. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്. വചനപ്രകാരമാണ് തെറ്റും ശരിയുമുണ്ട്. തെറ്റിനെ വെളിപ്പെടുത്തി മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ശുശ്രൂഷകന്റെ ആവശ്യം, കടപ്പാടാണ്. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണ് ഒന്നുകൂടെ വായിച്ചു? ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത് എന്ന് പറഞ്ഞാൽ ഈ ഭാഷ പറയരുതെന്ന്. പിന്നെ അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോഴേ എന്നാന്നറിയാമോ, ഇപ്പം പല കമ്പനികളുണ്ട്. ഒരു കമ്പനി ഏതെടുക്കാം, നൈക്കി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവര് വസ്ത്രം ഉണ്ടാക്കുന്നു. അത് വസ്ത്രം ഉണ്ടാക്കി കമ്പോളത്തിലേക്ക് ഇട്ടു, നല്ലതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോ എന്താണ്, ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. അപ്പോഴ് സത്യവുമുണ്ട് വ്യാജവുമുണ്ട്. ഉള്ളതാണോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ സത്യം കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈ പഠനത്തിന്റെ ഉദ്ദേശം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ആവാസം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യും? യെരൂശലേമിലും യഹൂദ്യരെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും. അപ്പൊ എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞാൽ ഒരാള് അവിടുന്ന് ഇന്ത്യയിലേക്ക് വരുന്നിരിക്കട്ടെ, എവിടുന്ന്? യെരൂശലേം അല്ലേ, ആ ഭാഗത്തുനിന്ന് ഇന്ത്യയിലോട്ട് വരിക. എന്തോ സുവിശേഷം പറയും. ഒരു സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നില്ല. കാര്യം ഇവിടെ പലവിധ ഭാഷകൾ ഇവിടെ തന്നെ കിടക്കാം. അപ്പൊ വരുന്ന ആളിന് എന്തോ വേണം? ഭാഷാപരം വേണം. അതിനാ ദൈവം ഇത് കൊടുത്തത്. ഭാഷാപരം കൊടുത്തു. ഭാഷയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്തോ? ആശയ വിനിമയം. അത് നടക്കുന്നില്ലെങ്കിലോ ഭാഷ കൊണ്ട് പ്രയോജനം ഇല്ല. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം അറിയിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോൾ ആ വരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരാളുടെ പ്രയോജനത്തിന് അല്ല, പൊതുപ്രയോജനത്തിനായി. അത് മനസ്സിലൊന്ന് സൂക്ഷിക്കണം. ആത്മാവിന്റെ പ്രകാശനം എന്തിനാ? പൊതുപ്രയോജനത്തിന്, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്നിട്ട് വായിച്ചു. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കൾ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ. എന്തിന്? പൊതു പ്രയോജനത്തിനായി. ദൈവസഭയിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയാണോ പറയുന്നത്? 1ാമത് 2ാമത് 3ാമത് എന്ന് പറയുന്നത് അവിടെ തന്നെ കാണുന്നു. 28ാമത്തെ വാക്യം വല്ലതും ആണോ? അതിന്റെ 28ാമത്തെ വാക്യം. ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലന്മാർ. അതിൽ പറയുന്നതിന്റെ അർത്ഥം എന്നറിയാം, വരത്തിന്റെ സഭയിൽ ഉണ്ടായിരിക്കേണ്ട പ്രാധാന്യത്തിന്റെ അടുക്ക് പറയുകയാണ്. അതുകൊണ്ടാണ് 1, 2, 3 എന്ന് അടുക്കിൽ പറഞ്ഞിരിക്കുന്നതിന്. ദൈവസഭയിൽ 1ാമത് അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാർക്ക് എന്താണ്? അപ്പോസ്തലന്മാരെ സ്ഥാപിച്ചത് എന്തിനാ? പൊതു പ്രയോജനത്തിനാണ്, സഭയുടെ വളർച്ചയ്ക്ക്. വായിച്ചു. 2ാമത് പ്രവാചകന്മാര് സ്വന്തം ഇതിനാണോ? അല്ല, മറ്റുള്ളവർക്ക്. ഇനി ഒരു കാര്യം, ദൈവസഭയിൽ അപ്പോസ്തലന്മാരെ ആക്കിയപ്പോഴ് കള്ള അപ്പോസ്തലന്മാരുണ്ടായോ? സാത്താൻ ഉണ്ടാക്കി അല്ലേ? ദൈവസഭയിൽ പ്രവാചകന്മാരെ വെച്ചപ്പോഴ് കള്ളപ്രവാചകന്മാരെ ആക്കി. 3ാമത് ഉപദേഷ്ടാക്കന്മാർ. ദൈവം ഉപദേഷ്ടാക്കന്മാരെ വെച്ചപ്പോഴ് സാത്താൻ ദുരുപദേഷ്ടാക്കന്മാരെ ആക്കി. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം. വ്യാജമുണ്ടോ? ഉണ്ട്. സഹായം ചെയ്യുവാനുള്ള വരം. വ്യാജമുണ്ടോ? ഉണ്ട്. പരിപാലന വരം, വിവിധ ഭാഷാവരം,
എന്നിവ നൽകി. ഇത് എല്ലാത്തിനും ദൈവം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെന്തുകൊണ്ട് ഇതിന് വ്യാജമായതും ഉണ്ട്. ഇവിടെ ഭാഷാപരമാണല്ലോ ഇതിൽ ഏറ്റവും അടുക്ക് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞേക്കുന്നത്. അതെന്താണോ? അല്ല, അത് അവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് സഭകളിൽ പറയുമ്പോൾ ഭാഷാപരം മുമ്പിൽ വെച്ചിരിക്കുവാണ്. കൊരിന്തിലും അത് തന്നെയായിരുന്നല്ലോ. കൊരിന്തിലും ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? ഈ ഭാഷാപരത്തെ പറ്റി ചൊല്ലി അവിടെ വിവാദം ഉണ്ടായിരുന്നു. വരങ്ങളെ പറ്റി ഭാഷാപരം ഉണ്ടായിരുന്നവന് ഏറ്റവും ഉന്നത സ്ഥാനം അവിടെ കൊടുത്തിരുന്നതായിട്ട് കാണുന്നു. ഇന്നും നമ്മൾ ഒരാളെ കണ്ടാ ചോദിക്കുന്നത്, നിങ്ങള് രക്ഷിക്കപ്പെട്ടയാണോ? ആന്ന്. ചാരപ്പെട്ടയാണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പ്രാപിച്ചു. അന്യഭാഷ സംസാരിച്ചു? പ്രവചനമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, അന്യഭാഷ സംസാരിച്ചോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? പക്ഷെ ഇവിടെ ദൈവം വെച്ചിരിക്കുന്ന അടുക്കില് ഏറ്റവും അവസാനത്തെ ലിസ്റ്റിലാണ് ഭാഷാപരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെ. പക്ഷെ ഇന്ന് അതിനെ ഏറ്റവും മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇത് അടുക്കിലാണോ പറഞ്ഞിരിക്കുന്നത്? ആണ്. അതുകൊണ്ടല്ലേ 1, 2, 3 എന്ന് പറഞ്ഞിരിക്കുന്ന 6 അക്കം കൊടുത്തിട്ടില്ലെങ്കിലും ആ ക്രമത്തിലാണോ അല്ലേ? എല്ലാം പ്രയോജനത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വരങ്ങൾ കൊടുത്തത്. അതെ. ഓക്കെ. ഇനി മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. പിന്നെ അവിടുന്ന് തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. അപ്പൊ വീര്യപ്രവൃത്തികൾ നടന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ വീര്യപ്രവൃത്തി നടന്നിടത്തും വിശ്വസിക്കുന്നില്ല, മാനസാന്തരം ഉണ്ടായില്ല. അപ്പൊ വീര്യപ്രവൃത്തികൾ കാണുമ്പോൾ എന്തുണ്ടാകണം? മാനസാന്തരം ഉണ്ടാകണം. ഇവിടെ ഈ ഭാഷാപരം കൊണ്ട് മാനസാന്തരപ്പെടാൻ എങ്ങനെയാ സാധിക്കുന്നത് എനിക്കറിയില്ല. ഇത് മനസ്സിലാകുന്നില്ല അല്ലേ? മാനസാന്തരം ഉണ്ടാകും. അതായത് കേൾക്കുന്നവർക്ക് അവന്റെ ഭാഷയില് ഇത് മനസ്സിലായി കഴിയുമ്പോൾ അവന് ചിലപ്പോൾ മാനസാന്തരം ഉണ്ടാകും. അങ്ങനെയാണല്ലോ പത്രോസ് എഴുന്നേറ്റ് സ്നാനപ്പെട്ടതിനാണ് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇന്നത്തെ ഭാഷ കേട്ടിട്ട് ആർക്കെങ്കിലും മാനസാന്തരം ഉണ്ടാവുമല്ലോ? അതിനകത്തൊരു കുടച്ചുക്കറവും ഇല്ലല്ലോ മനസ്സിലാകാൻ. പിന്നെ എങ്ങനെയാന്ന് പറ അല്ലേ? എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലേ എന്ന് പറഞ്ഞാല് ഇനിയും. അപ്പോഴ് ഇതെന്താണെന്നറിയോ? വീര്യപ്രവൃത്തികൾ ആര് ചെയ്യുന്നു? ദൈവം ചെയ്യുന്നു. മറ്റൊരാളും ഇത് ചെയ്യുന്നുണ്ട്. ആരെന്ന് നോക്കണോ? 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും ശക്തിയുണ്ട്, വ്യാജമതയോടും, അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും ഉണ്ട്, അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അപ്പോഴ് ദൈവം ചെയ്യുന്നു, സാത്താനും ചെയ്യുന്നു, ഇത് തന്നെ ചെയ്യുന്നു. അപ്പം അപ്പോസ്തലന്മാര് എന്ന് പറയും വ്യാജമുണ്ട് അല്ലെ? പ്രവാചകന്മാർ വ്യാജമുണ്ട്, ഉപദേഷ്ടാക്കന്മാർ വ്യാജമുണ്ട്, ഭാഷാപരവും ഭാഷാപരത്തിനോ വ്യാജമുണ്ട്. എവിടെ കാണുന്നു? സഭയിൽ തന്നെ കാണുന്നുണ്ടോ? ഉണ്ട്. ഇനി സമയം, ഈ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നുണ്ട്. അടുത്തതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാം. ആയിക്കോട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും മനുഷ്യൻ തെറ്റിന്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തില് അന്യഭാഷ എന്നുള്ള ഇതിന്റെ പേരില് പലപ്പോഴും പലരും തെറ്റിലകപ്പെട്ട് കിടക്കുമ്പോൾ ശരിയായ ദൈവത്തിന്റെ വചനം പഠിച്ച് ദൈവത്തിന്റെ വചനം അതിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു ഗ്രഹിച്ച് സത്യത്തിന്റെ പാതയിലാകുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വപ്നസ്ഥ പിതാവേ, നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വചനം അങ്ങയുടേതാണ്, അടിയങ്ങൾ അവിടത്തേക്കുള്ളതാണ്. അവിടുത്തെ വചനപ്രകാരം ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, വിശ്വസിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവേ, വചനം അടിയങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ അടിയങ്ങളെല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട പ്രിയപ്പെട്ടവർ രോഗത്താലോ മറ്റു പ്രയാസങ്ങളോ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ പ്രയാസങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവയ്ക്കൊക്കെ എന്റെ കർത്താവ് പരിഹാരം എത്തി പ്രിയമക്കളെ വിട്ടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാവരുടെ അനുഗ്രഹത്താൽ കർത്താവ് നിറയ്ക്കണമേ, മാനോമോഹത്തോടെ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ തിരുമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു,
പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവിനെ സഹായിക്കട്ടെ. ഇന്ന് കേട്ട വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയിക്കുന്ന ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. നമുക്ക് ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പഠിച്ച് ഗ്രഹിച്ച് തിരുവചന സത്യത്തിൽ വളർന്ന് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ദൈവമായി കർത്താവ് എല്ലാം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.